ദൈവനാമത്തിന് മഹത്വം. ഷിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാം ബൈബിളിലെ പണമിടപാടുകളെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മിനി തോമസ്. ആദ്യത്തെ ചോദ്യം, മക്പേല നിലവും അതിലെ ഗുഹയുടെ വിലയും എത്രയാണ്? ഉത്തരം 400 വെള്ളി ശേക്കെൽ. ഉൽപ്പത്തി പുസ്തകം 23 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, അബീമേലെക്ക് സാറയ്ക്ക് പ്രതിശാന്തിയായി നൽകിയത് എത്ര വെള്ളിക്കാശാണ്? ഉത്തരം 1000 വെള്ളിക്കാശ്. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, ജോസഫ് ബെന്യാമീന് കൊടുത്തത് എന്തൊക്കെയാണ്? ഉത്തരം 300 വെള്ളിക്കാശും 5 വസ്ത്രവും. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, മീഖാവിൻ്റെ അമ്മ എത്ര പണമാണ് തട്ടാന് കൊടുത്തത്? ഉത്തരം 200 വെള്ളിപ്പണം. ന്യായാധിപന്മാരുടെ പുസ്തകം 17 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ദലീലയ്ക്ക് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഓരോരുത്തരും കൊടുത്തത് എത്ര വെള്ളിപ്പണം ആയിരുന്നു? ഉത്തരം 1100 വെള്ളിപ്പണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ബാൽബേരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് അബീമേലെക്കിന് കൊടുത്തത് എത്ര വെള്ളിക്കാശായിരുന്നു? ഉത്തരം 70 വെള്ളിക്കാശ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല എന്താണ്? ഉത്തരം ശൗലിനോടും അവൻ്റെ ഗൃഹത്തോടുമുള്ള കാര്യം. 2 ശമൂവേൽ 21 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ഹാമാൻ രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എത്ര താലന്ത് വെള്ളിയാണ്? ഉത്തരം 10,000 താലന്ത് വെള്ളി. എസ്തേറിന്റെ പുസ്തകം 3 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, സ്വച്ഛ ജഡമാംസി തൈലത്തിന് യൂദ ഇസ്കറിയോത്താവ് ഇട്ട വില എത്രയാണ്? ഉത്തരം 300 വെള്ളിക്കാശ്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 4-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മിസ്രൈമിൽ നിന്ന് വാങ്ങിയ രഥം, കുതിര എന്നിവയുടെ വില എത്രയാണ്? ഉത്തരം രഥം ഒന്നിന് 600-ഉം കുതിര ഒന്നിന് 150 വെള്ളി ശേക്കെലും. 2 ദിനവൃത്താന്തം 1 അധ്യായം 16-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മെനഹേം അശൂർ രാജാവായ പൂലിന് കൊടുത്തത് എത്ര താലന്ത് വെള്ളിയാണ്? ഉത്തരം 1000 താലന്ത് വെള്ളി. 2 രാജാക്കന്മാർ 15 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, ഫറവോൻ നേക്കോ യഹോവാഹാസിന് പിഴ കൽപ്പിച്ചത് എത്രയാണ്? ഉത്തരം 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും. 2 രാജാക്കന്മാർ 23 അധ്യായം 31 വാക്യം. അടുത്ത ചോദ്യം, നയമാൻ എലീശ പ്രവാചകന് കൊണ്ടുപോയത് എന്തെല്ലാമാണ്? ഉത്തരം 10 താലന്ത് വെള്ളിയും 6000 ശേക്കെൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും. 2 രാജാക്കന്മാർ 5 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ആണ്ടുതോറും ശലോമോന് വന്ന പൊന്ന് എത്രയാണ്? ഉത്തരം 666 താലന്ത്. 1 രാജാക്കന്മാർ 10 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, അമസ്യാവ് ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്തത് എന്താണ്? ഉത്തരം 100 താലന്ത്. 2 ദിനവൃത്താന്തം 25 അധ്യായം 9 വാക്യം.
അടുത്ത ചോദ്യം, ദേശാധിപതിക്കുള്ള അഹോവൃത്തി എന്താണ്? ഉത്തരം 40 ശേക്കെൽ വെള്ളി വീതം. നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, അനാഥോത്തിലെ നിലത്തിന്റെ വില എത്രയാണ്? ഉത്തരം 17 ശേക്കെൽ വെള്ളി. യിരെമ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ വില എത്രയാണ്? ഉത്തരം 1000 വെള്ളിക്കാശ്. യെശയ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കരുവേലകത്തിൽ തൂങ്ങിക്കിടന്ന രാജകുമാരന് വെട്ടിക്കളഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞത് എന്താണ്? ഉത്തരം 10 ശേക്കെൽ വെള്ളിയും 1 അരക്കച്ചയും. 2 ശമൂവേൽ 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, രാജകുമാരന്റെ മുടിയുടെ വില എത്രയാണ്? ഉത്തരം രാജതൂക്കത്തിന് 200 ശേക്കെൽ. 2 ശമൂവേൽ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ 2 ശിഷ്യന്മാരുടെ പക്കൽ ഇല്ലാത്തത് എന്താണ്? ഉത്തരം വെള്ളി, പൊന്ന്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്നവർ പുസ്തകങ്ങളെ ചുട്ടുകളഞ്ഞത് എത്ര വെള്ളിക്കാശിന് ആയിരുന്നു? ഉത്തരം 50,000 വെള്ളിക്കാശിന്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ടത് എത്ര വെള്ളിക്കാശാണ്? ഉത്തരം 30 വെള്ളിക്കാശ്. സെഖര്യാവിന്റെ പ്രവചനം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ.